എനിക്കറിയാം അത് നമ്മൾ പിടിച്ചാൽ എത്താത്ത രീതിയിലേക്ക് പോകുന്നൊരു സ്റ്റോറിയാണ് ആ സാധനം എന്നുള്ളത് എനിക്കറിയാം. അന്ന് ബട്ടൺ ക്യാമറയാണ്, ഷർട്ടിൻ്റെ ഒരു ബട്ടൺ പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൽ എൻ്റെ ക്യാമറ ഫിറ്റ് ചെയ്യാം. എസ് ആകൃതിയിലുള്ളൊരു കത്തി ഇരിപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ കത്തി എടുപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ചെറിയൊരു കത്തി അവിടെ ഇരിപ്പുണ്ട്. കൊല്ലനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സൗത്തിൽ നിന്ന് വന്ന പോലീസാണ്. പല വാർത്തകളിലും, പ്രമാദമായ പല വാർത്തകളിലും ഏറ്റവും അവസാനം അത് പകർത്തി ക്യാമറമാൻ രാജേഷ് തകഴി എന്ന നിലയിൽ അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്, എങ്കിലും അതിനകത്ത് മെയിനായിട്ട് പറയാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എസ്കത്തി. പോൾ മുത്തൂറ്റ് വധക്കേസിലെ എസ്കത്തി എന്ന് പറയുന്നത് അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ മാത്രമല്ല, ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറയുന്ന എൻ്റെ അന്നത്തെ ആലപ്പുഴയിലെ റിപ്പോർട്ടർ, അവനും ഞാനും കൂടെ, അതായത് ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, എങ്കിലും ഒരു ഓണത്തിന് ഒരു മാസം മുമ്പ് ഐപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷേട്ടാ ഒരു സാധനമുണ്ട്, നമുക്കൊന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അവൻ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞു, നമ്മുടെ കൊല്ലൻ എസ്കത്തി നിർമ്മിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് പോൾ മുത്തൂറ്റ് വധത്തിന് ഉപയോഗിച്ച കത്തിയുടെ ഡമ്മി ഉണ്ടാക്കാൻ കേരള പോലീസ് അവിടുത്തെ കൊല്ലനെ സമീപിച്ചിട്ടുണ്ട്. അത് നമുക്കൊരാൾ മുഖേന കിട്ടിയതാണ് ആ വാർത്ത. അപ്പോൾ ഞാൻ ഐപ്പിനോട് പറഞ്ഞു, ഐപ്പേ ഇത് നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന ഒരു സിംഗിൾ മാൻ ബ്യൂറോയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു വാർത്തയല്ല ഇത്. നമുക്കൊരു ഏത് തരത്തിലാണ് ഒരു വാർത്ത മൂവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ഐപ്പിനോട് പറഞ്ഞു, ഐപ്പ ഒരിക്കലും നമുക്കിവിടെ നിന്ന് താങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അപ്പം നീ അത് ആലോചിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം പിന്നീട് എന്നോടൊന്നും സംസാരിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവൻ വിട്ട് കാണും. പകുതി ആശ്വാസത്തിലാണ് ഞാൻ ഓണത്തിന് ലീവ് എടുത്ത് വീട്ടിൽ പോയത്. ഓണം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഐപ്പം ചേട്ടാ എന്തായി നമ്മളുടെ മറ്റേ സ്റ്റോറി ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഐപ്പേ നീ അതൊരു കാര്യം ചെയ്യ്, കൊച്ചിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് ചെയ്യുക. ഇത് ഒന്നാമത് എൻ്റെ നാടല്ലെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ല. എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ സാധനം ചെയ്യണോ വേണ്ടയോ ഒത്തിരി, അതായത് എനിക്കറിയാം അത് നമ്മളുടെ ലെവലിൽ നിൽക്കുന്നൊരു സാധനമല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല എന്ന് എനിക്കറിയാം. നമുക്കൊരു സ്റ്റോറിയുടെ എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ അങ്ങനല്ല, എനിക്കത് ചെയ്യണം, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് ബട്ടൺ ക്യാമറയാണ്. ഞാൻ ഷർട്ടിൻ്റെ ഒരു ബട്ടൺ പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൽ എൻ്റെ ക്യാമറ ഫിറ്റ് ചെയ്തു. അന്ന് വലിയ ക്യാമറയാണ്, പക്ഷെ അത് കാണാത്ത വിധത്തിൽ ഞാൻ ആ ക്യാമറ സെറ്റ് ചെയ്തു. എന്നിട്ട് അത് കേബിൾ കണക്ട് ചെയ്താണ് അതിൻ്റെ മോഡം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ 2 പേരുണ്ട്, ഒന്ന് ഒരു കുഞ്ഞുവനും ഒന്നൊരു വിനോദും. നമ്മുടെ സാരഥിയായിരുന്നു പുള്ളിക്കാരൻ കുഞ്ഞുവൻ. അപ്പോൾ കുഞ്ഞുവന് വണ്ടി കഴിഞ്ഞ് അവൻ കുഞ്ഞുവനെ നീ എൻ്റെ കൂടെ വരണം, അപ്പം നീ അത് വന്ന് എൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് വന്നാൽ മതി, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞാനവിടെ ചെല്ലുന്നു. ഞാനും കുഞ്ഞുവനും കൂടെ വെളിയിലിറങ്ങുന്നു. ഡ്രൈവറെ വണ്ടിയിൽ തന്നെ ഇരുത്തി, വിനോദിനെ വണ്ടിയിൽ തന്നെ ഇരുത്തി. ഞാൻ പറഞ്ഞു വന്നാൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വണ്ടി എടുത്ത് പൊക്കണം എന്ന് പറഞ്ഞിട്ടിട്ട് ഞാൻ നേരെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കൊല്ലൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ കുഞ്ഞുനോട് ഞാൻ പറഞ്ഞു, നീ വെളിയിൽ നിന്നാൽ മതി, ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊല്ലൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു, കൊല്ലനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സൗത്തിൽ നിന്ന് വന്ന പോലീസാണ്, അപ്പം നിങ്ങൾ നമ്മുടെ കത്തിയുടെ പൈസ തന്നായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം അതെനിക്ക് ഏറ്റവും അടിയായി തോന്നിയൊരു സാധനം, എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അന്നത്തെ CI, ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് പരിചയമുള്ള, ആലപ്പുഴയിൽ വന്നപ്പോഴും വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു പുള്ളിക്കാരൻ. പുള്ളി വിചാരിച്ച് ഏതെങ്കിലും സാധാ പോലീസുകാരൻ്റെ പേരായിരിക്കും അയാൾ പറയുക എന്നുള്ളതാണ് വിചാരിച്ചു. അപ്പം അത് കഴിയുന്നു. അവിടെ നിന്ന് ഞാനിരുന്ന് പുള്ളിയോട് കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അതിൻ്റെ പൈസ തന്നില്ല. അയ്യോ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലോ ഞാനിത് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം പറഞ്ഞു കുറേ നേരം സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ എൻ്റെ പുറകെ, അപ്പോൾ കത്തി എടുപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ചെറിയൊരു കത്തി അവിടെ ഇരിപ്പുണ്ട്, എസ് ആകൃതിയിലുള്ളൊരു കത്തി ഇരിപ്പുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുപ്പിക്കാം, എന്നിട്ട് അതും കൊണ്ട് അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത്. പെട്ടെന്ന് എൻ്റെ പുറകെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ല അത് സാറ് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അജാനുബാഹുവായ ഒരു മനുഷ്യൻ എൻ്റെ നേരെ പുറകെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ മൊത്തം കൺഫ്യൂഷൻ, പേടിയായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ സാരമില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞിട്ട് തന്നെ ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, മൊത്തം എൻ്റെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് 2 പേര് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇത് പോയി. അപ്പം ഞാൻ നേരെ ഓക്കെ സാരമില്ല, അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാനും കുഞ്ഞുവനോട് വെളിയിലേക്ക് വന്നു. കാറിനടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുവനെ അവരാരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കണം, എനിക്കൊരു സംശയം, എന്നെ പുറകെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഉടനെ
അവൻ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അവിടെ നോക്കുന്നുണ്ട്, രണ്ടുപേരും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി കയറി ഞാൻ കാറിൽ നിന്ന് തന്നെ ഗ്ലാസ്സിൽ കൂടെ ഞാൻ നോക്കിയപ്പോൾ അവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മളെ മനസ്സിലായി, അവർക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പെട്ടെന്ന് ഓഫീസിൽ വരുന്നു, ഐപ്പിൻ്റെ സാധനം കൊടുക്കുന്നു, അപ്പോൾ തന്നെ ക്യാപ്ചർ ചെയ്യുന്നു, അവൻ സ്റ്റോറി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ആ സമയത്ത് നമ്മളുടെ ഒരു സുഹൃത്ത് പെട്ടെന്നൊരു മീഡിയ പ്രവർത്തകൻ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു. ഇന്നേ വരെ വരാത്ത ഒരാൾ പെട്ടെന്ന് ഓഫീസിൽ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയടാ, വാ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചോണ്ട് ഐപ്പിൻ്റെ അടുത്തൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ചായ കുടിക്കുന്നു. അപ്പം അവനിങ്ങനെ നിന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ അന്വേഷണത്തിന് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ നിന്നൊരു ടീം ഇവിടെ വന്നിട്ടുണ്ടോ, എന്തോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോർ ചെയ്യാൻ വന്നതാണ്. എന്തോ പരിപാടിയാണ് നമ്മളുടെ ഇവിടെ ഉള്ളപ്പം. ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ടീമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു. ഓക്കെ, ഇവൻ തിരിച്ചു പോയി. അവനും നമ്മളല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കാമെന്ന് എനിക്ക് തോന്നിയത്. അപ്പം ആളിൻ്റെ പേര് പറയാൻ പറ്റില്ല, എൻ്റെ സുഹൃത്താണ്. അപ്പം അത് കഴിഞ്ഞ് 6 മണിക്ക് ബ്രേക്ക് ചെയ്തു ഈ സാധനം. അപ്പം എനിക്കറിയാം അത് നമ്മൾ പിടിച്ചാൽ എത്താത്ത രീതിയിലേക്ക് പോകുന്നൊരു സ്റ്റോറിയാണ് ആ സാധനം എന്നുള്ളത് എനിക്കറിയാം. അന്ന് ഞാൻ വലിയൊരു തെറ്റ് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സൈൻ ഓഫ് എടുത്ത് അയച്ചതാണ്. P2C സൈൻ ഓഫ് എടുത്ത് ഐപ്പിനെ കൊണ്ട് എടുത്ത് അയപ്പിച്ചതാണ്. പക്ഷേ ഞാൻ തന്നെ വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് TN ഗോകുമാറിനെ വിളിച്ചിട്ട്, അന്നൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട്, നമുക്കൊരാളെ വിളിച്ചു പറയാം ഒരു കാര്യത്തിന്. ഞാൻ CL തോമസും TNGയും ഇവർ രണ്ടുപേരും ഞാൻ വിളിച്ചു പറഞ്ഞു, പേര് പറയരുത്, പേര് പറഞ്ഞാൽ അത് നമുക്ക് ക്ഷീണം ചെയ്യുന്നൊരു സാധനമാണ്, നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന കാര്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് പേര് പറയാതിരുന്നൊരു സാധനം, അന്നത്തെ ഇത്രയും വലിയൊരു ബ്രേക്കിംഗ്, അതായത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് ആയ ഒരു സ്റ്റോറിക്ക് നമ്മളുടെ ഐഡൻറ്റിറ്റി പറയാതുള്ളൊരു സാധനം, ഐപ്പിനൊക്കെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നിരിക്കാം. അവൻ എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നിരിക്കും. അന്ന് പിന്നെ നമുക്ക് വിളിച്ചു പറയാൻ ഒരാളുണ്ടായിരുന്നതുകൊണ്ട് അത് പേര് പറയാതെ തന്നെ ആ സാധനം എയർ ചെയ്തു. അപ്പോൾ അവിടുന്ന് തന്നെ പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്നുള്ള ആൾക്കാരെന്നെ വിളിച്ചു, പുറത്തുനിന്നുള്ളത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, തകഴി നന്നായിരുന്നു, സ്റ്റോറി നന്നായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ല ചെയ്തത്, എനിക്കറിയില്ല, അത് വേറെ ആരോ ആണ് ചെയ്തിരിക്കുന്നത്. അന്ന് സന്ദീപ് വചസ്പതിയാണ് അതിന് ഓഡിയോ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ സന്ദീപ് ഒന്ന് ചെയ്താന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതായത് നമ്മളുടെയൊക്കെ ഫോൺ ഇനി ഇവർ ടാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയാത്തതുകൊണ്ടും കൂടെ നമ്മളതിനെ കൂടുതൽ വിശദീകരണത്തിൽ നിന്നില്ല. അപ്പോൾ നമ്മുടെ ആലപ്പുഴയുള്ള ഒരു റിപ്പോർട്ടർ വിളിച്ചിട്ട് പറഞ്ഞു, തകഴി നിൻ്റെ സൗണ്ടാണല്ലോടാ കേൾക്കുന്നത് അതിനകത്തൊന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒന്നുമല്ല, ഇത് കൊച്ചിയിൽ നിന്ന് വന്ന ആളുകളുടെ ആരുടെയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അതായത് എൻ്റെ ഐപ്പിൻ്റെയും എനിക്കൊന്നു ഇത്രയും വർഷം ഈ 10-29 വർഷം നമ്മൾ വർക്ക് ചെയ്ത ഒരു സ്റ്റോറിയുടെ കണക്ക് വെച്ച് നോക്കിയാൽ മറ്റുള്ളതിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ചെയ്തൊരു സ്റ്റോറിയും കൂടെ ആയിരുന്നു ആ സാധനത്തിൽ. നമ്മളുടെ ഒരു പ്രൊമോഷൻ കാര്യത്തിലാണെങ്കിലും തടഞ്ഞു വെച്ചിരുന്ന പ്രൊമോഷനുകൾ തിരിച്ചു തരേണ്ടതായിട്ട് വന്നു കമ്പനിക്ക്. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. ഇതിന് ശേഷമുള്ള ജീവിതം, അതായത് പോലീസിനെതിരെയാണ് തീർച്ചയായിട്ടും. അതായത് പേടിച്ച് തന്നെയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. രാത്രിയിൽ വൈഫിനൊന്നും അതിൻ്റെ അത്രയും സീരിയസ്നെസ് ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞ് നമുക്കത് പറയാനും പറ്റില്ലാത്തതുകൊണ്ടും, അത് കഴിഞ്ഞിട്ടാണെങ്കിലും വൈകുന്നേരം ആകുമ്പം എൻ്റെ കൂടെ വന്ന കുഞ്ഞുവും വിളിക്കും, രാജേഷേട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ നമുക്ക്? ഞാൻ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, എനിക്ക് അവനെ അവൻ ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പക്ഷേ ഞാൻ അവനോട് ഒന്നുമില്ല, നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് അവനെ നമ്മൾ സാന്ത്വനിപ്പിക്കുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. ആ സാധനത്തിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ, പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം CPM-നെ വേർപ്പിച്ചു. അതായത് പിണറായി പറഞ്ഞു ഇത് ആകൃതിയുള്ള കത്തി ഉപയോഗിക്കുന്നത് BJP ആണെന്നാണ് പറഞ്ഞത്. അപ്പം CPM-കാരെ വെറുപ്പിച്ചു. പിന്നെ അവിടെ ഉള്ളൊരു ലോക്കൽ കുറച്ച് ഗുണ്ടകളെ വെറുപ്പിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ BJP-ക്കാർ, അങ്ങനെ ഒരു 3-4 പറ്റ പോലീസുകാർക്ക്, അതിലും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയത് പോലീസുകാർക്കാണ്. പോലീസ് ഇത് എന്നിട്ട് തന്നെ അവിടുത്തെ ഒരു DYSP നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, രാഷ ഈ വാർത്ത തന്നതാരാണ്? അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പോലീസിൻ്റെ കയ്യിൽ നിന്നും ചോർന്നൊരു സാധനമെന്നാണ്. പക്ഷെ അത് നമുക്ക് ആര് തന്നു എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആ സാധനത്തെക്കുറിച്ച് പിന്നെ ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ. അതിനകത്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, അന്ന് TNG എക്സിക്യൂട്ടീവ് എഡിറ്ററാണെന്ന് തോന്നുന്നു, അപ്പം ചീഫ് എഡിറ്റർ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് പോസ്റ്റ്. അപ്പം പുള്ളിക്കാരൻ തന്നെ നേരിട്ട് വന്നു എന്ന് പറഞ്ഞു, ഇതിൻ്റെ ഏതൊരു കാര്യത്തിനും ഏഷ്യാനെറ്റ് ന്യൂസ്
പിന്നെ കൂടെയുണ്ട്. അതായത് അന്വേഷണത്തിന് ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ആവശ്യങ്ങളായി വരുന്ന സാധനങ്ങൾ നൽകുന്നതിന് ഏഷ്യാനെറ്റ് ന്യൂസിന് പിന്നെ ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ നേരിട്ട് തന്നെ നമ്മളുടെ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞു. അതൊരു വലിയ പിന്തുണയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊന്ന് കുറേയധികം പേടിച്ചെങ്കിലും കമ്പനി നമുക്ക് ഫുള്ളി സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നിരുന്നു. അപ്പോഴും പറഞ്ഞു, നീ പേടിക്കേണ്ട കാര്യമില്ല, നീ വേണമെങ്കിൽ 2 ദിവസം 3-4 ദിവസം ലീവ് എടുത്ത് നോക്കൂ. ഈ 3 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാലും അത് കഴിഞ്ഞാലും ഞാൻ തന്നെ വേണ്ട ഇവിടെ ഷൂട്ടിന് ഇറങ്ങാനായിട്ട്. അപ്പം പോരാത്തതിന് ഇത് കുട്ടനാട്ടിൽ നടക്കുന്ന ഒരു കൊലപാതകം കൂടിയാണ്. അതെ, അതാണ്. അതായത് രാവിലെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അയ്പൊളിച്ച് പറഞ്ഞ ചേട്ടാ ഒരു കൊലപാതകമുണ്ട്, എന്താണെന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇതിൻ്റെ ഒരു ഇത്രയും വലിയൊരു സംഭവമായി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഈ സാധനം. അത് കഴിഞ്ഞ് മണ്ണഞ്ചേരി ഭാഗങ്ങളിൽ പിന്നെ നമുക്ക് ലൈവ് ഇരുത്താൻ അന്ന് DSNG മാത്രമേ ഉള്ളൂ. DSNG ആയിട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ചീത്ത വിളി. അപ്പോൾ അന്നത്തെ കുറേ അധികം എനിക്കൊന്നു നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ടെൻഷനും അടിച്ചു. എന്നാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയ. ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല? ഭീഷണിയൊന്നും പറയാനില്ല. അങ്ങനെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ചില സ്ഥലങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ നമുക്കൊരു ഭീഷണി എന്നുള്ളതല്ല അത് വരുന്നത്. എങ്കിലും ഉണ്ട്, ഭീഷണിയും കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്.